കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. മകളെ ലച്ചു, മകളെ അച്ഛൻ രാവിലെ എത്തും. വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങും. മക്കളും കൂടെ കാണണം. മക്കളും കൂടെ വന്നേ പറ്റൂ. ഇറങ്ങി വന്നാൽ മതി. വേറെ ആരെയും നോക്കി നിൽക്കാം. അവരെ വർത്തനം വിട് മക്കളെ. അച്ഛൻ പറഞ്ഞ മക്കൾ കേട്ടല്ല, അവർ പലതും പറയും. ഓക്കെ മക്കളെ, ഓക്കെ, ശരി ശരി ശരി. ആരാ വിളിച്ചത്? അച്ഛനിപ്പോ ആരച്ച വിളിച്ചത്? ലച്ചുവിന് എന്ത്? അച്ഛൻ എന്തോന്ന് വെച്ചാൽ പറയും കൂടി പോവാനുള്ള അവളുടെ മനസ്സമാനം എന്തിനു ഈ സമാനം കിടത്താൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കണം. അച്ഛൻ അങ്ങോട്ട് പോകണ്ട അച്ഛൻ, പ്ലീസ് പറയണേക്ക്. നീ പറഞ്ഞാ നീ പറഞ്ഞാ ഞാൻ അതുപോലെ കേൾക്കണോടാ. ഞാൻ പോടാ. നിനക്കെന്ത് വെറുതെ അവളുടെ സമാധാനം കളയണ എന്തിന്? സമാധാനം കളയണ? നീ എവിടെ ചോദിക്കാൻ? ഞാൻ ലച്ചുവിന്റെ സഹോദരൻ. എന്താ ഡൗട്ട് ഉണ്ടാ? അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും പറയുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ പറ. എന്താ എന്ത് ലച്ചുന്റെ ഞാൻ സഹോദരനാണ്. നീ പറഞ്ഞ എന്താണെന്ന് അറിയാടാ? നീ പറയുന്ന അർത്ഥം അവൻ ലച്ചുന്റെ സഹോദരനാണോ എന്ന് എനിക്ക് സംശയം ഉണ്ടോന്ന്. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? നീ എന്ത് ആലോചിച്ചാണ് ഇങ്ങനെ പറയണത്? അമ്മ സമയത്ത് ഞാൻ അങ്ങനെ അർത്ഥവും ചിന്തിച്ചില്ല. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അച്ഛൻ എപ്പോഴും അച്ഛനായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടല്ലോ. എനിക്ക് എന്താ വ്യാഖ്യാനം ഉണ്ടാ? കാരണം എനിക്ക് വ്യക്തിത്വം ഉണ്ടാ. വ്യക്തിത്വം അമ്മ ഇത്രയും ലച്ചുവിനെ വിളിച്ചു വെച്ചോളുമാ. നിങ്ങൾക്ക് പ്രാന്താണോ? നിങ്ങൾ ആ കൊച്ചിനെ എന്താ ആദ്യമായിട്ട് കൊല്ലുവോ? ആദ്യമായിട്ട് കൊല്ലണം അമ്മ. അപ്പൊ കണ്ടവർക്ക് ആദ്യമായിട്ട് കൊല്ലാം അല്ലേടി? അല്ലേ? അത് ഞാൻ കണ്ടുപിടിക്കൂല. ഞാൻ ലച്ചുവിന്റെ അടുത്ത് പറഞ്ഞു, സിദ്ധുവിന്റെ അമ്മ പറഞ്ഞു വരെ ചൊവ്വാഴ്ച നടന്നോ. പക്ഷെ ബുധനാഴ്ച രാവിലെ ഞാൻ അവിടെ ചെല്ലും, അവിടുന്ന് കാപ്പ് പൊടിക്കും, ഉച്ചയ്ക്ക് കൊണ്ടും, വൈകുന്നേരം ആകുമ്പോൾ ഞാൻ കൊച്ചിനെ വിളിച്ചോണ്ട് ഞാൻ വരും. പിന്നെ വണ്ടി കശ നീ കൊടുത്തോണം. അതെന്തിന്? നിന്റെ മോളെ ഞാൻ വിളിച്ചോണ്ട് പറഞ്ഞത് അതല്ല, അവളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ എന്തിനാണെന്ന്. അവളെ എന്തിനാ അവിടെ നിൽക്കണം? അവളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ എന്തിനാന്നാ ചോദിച്ചത്. ഞാൻ വരാനുള്ള കാര്യം പറഞ്ഞപ്പോൾ അവള് സമ്മതിച്ചില്ല. ലക്ഷ്മി എൻ്റെ അതേ സ്വഭാവമാണ്. മുടിഞ്ഞ വാശി. ഒരു വാശിയില്ല. അച്ഛൻ പറഞ്ഞപ്പോൾ പേടിയായിരുന്നു, സമ്മതിച്ചു, അത്രേ ഉള്ളൂ. അച്ഛൻ അങ്ങോട്ട് പോവാൻ നിൽക്കില്ല, വെറുതെ ഉപദ്രവിക്കല്ലേ. എൻ്റെ പൊന്നു മക്കളെ, അങ്ങോട്ട് പോണം. ഇങ്ങോട്ടൊന്ന് അനങ്ങിയാൽ മതി, അങ്ങോട്ട് അടിച്ചു കയറണം. സിദ്ധുവിൻ്റെ അമ്മയ്ക്ക് എപ്പോഴും നമ്മുടെ അടുത്ത് കൊമ്പ് ഓർക്കണം ഒരു ഭയങ്കര ആഗ്രഹമാണ്. കൊമ്പ് ഓർക്കാൻ നിങ്ങൾ ആരെയും ലക്ഷം എടുത്ത കൊമ്പനാനെ തന്നെ ഞാൻ കൊമ്പനാണ് തന്നെ. സിദ്ധുവിൻ്റെ അമ്മ പിടിയാന, അവർക്ക് കൊമ്പില്ല. സിദ്ധുവിൻ്റെ അച്ഛനെ ആണാന, കൊമ്പുണ്ടായിരുന്നു. ആ കൊമ്പ് വലിച്ചൂരി സിദ്ധുവിൻ്റെ അമ്മ വലിച്ചൂരി. ആ ലച്ചുനുണ്ടല്ലോ, അവൾക്കാണ് കൊടുക്കേണ്ടത്. അവളെ ഞാൻ വിളിക്കട്ടെ. എന്റെ കൊച്ചി ഞാൻ പറയും പോലെ കേൾക്കോടി. സംശയം കേട്ടോ എനിക്ക്? ഞാൻ നോക്കട്ടെ. സംശയം നീ വിളിക്കും ഞാൻ. വീണ്ടും എൻഗേജ്മെന്റ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. മുടിയോ മുടിയാ? നിന്റെ അമ്മ ലച്ചുവിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ അവളൂടെ മാറി വിളിച്ച് അവളെ കൺഫ്യൂഷൻ ആക്കും. അവളുള്ള കോൺഫിഡൻസ് പോവും. ഞാൻ ഒരുവിധം എൻ്റെ റൂട്ടിൽ കൊണ്ടുവരികയായിരുന്നു. മിക്കവാറും നീര് കുഴിപ്പള്ളത്തെ അടിമ ലച്ചുനാക്കും, ഉറപ്പാണ്. സ്ത്രീകളെ സ്വാതന്ത്ര്യം വേണം വിളിക്കുകയും ചെയ്യും, അവരെ തടയിടുകയും ചെയ്യും. അതെ, ഞാൻ ലച്ചുവിനെ വിളിച്ചായിരുന്നു. ലച്ചു പറഞ്ഞ ബുധനാഴ്ച നിങ്ങളോട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. അതെന്തോന്നുമ്മ അവളിങ്ങോട്ട് വരാന്നല്ലേ? ഇതിപ്പോ അമ്മ വിളിച്ചു പറഞ്ഞോണ്ടല്ലേ? അതെന്തിനാ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ വരട്ടെ. എടാ, ഇത് പേടി, മോളെ ഭാവി ഓർത്ത് പേടി. ഒരാഴ്ച ലച്ചു കുഴിപ്പള്ളം നിന്നില്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കിയാലോ? പിന്നെ എങ്ങനെ സിദ്ധു വരുമ്പോൾ അവിടെ പോയി നിൽക്കും ഒരാഴ്ച? പറ, മനസ്സവനെ നിൽക്കാൻ പറ്റുമോ നമുക്ക്? അതിന്റെ പേടിയാണ് നമുക്ക്. തൽക്കാലം ലച്ചു കുഴിപ്പള്ളത്തെ അച്ഛനും അമ്മേനെ അനുസരിച്ച് അവിടെ തന്നെ നിന്നോട്ടെ. ലച്ചു ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ അവളെ അച്ഛൻ അവിടെ ജീവിച്ചിരിക്കുകയാണ്, അതിന് സംശയമൊന്നുമില്ലല്ലോ. ബുധനാഴ്ച ലച്ചു ഈ വീട്ടിൽ വന്നില്ലെങ്കിൽ അവളെ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല, ഉറപ്പാണ്. ഇതിപ്പോ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. അവരായിട്ട് എങ്ങാനും ഉടക്കുണ്ടായ സിദ്ധോളിനെ അറിഞ്ഞാണ്ടല്ല മൊത്തം വിഷമാവും. ആർക്ക് മൊത്തത്തിൽ സിദ്ധുവിന് വിഷമം ഉണ്ടാവില്ല. എനിക്ക് വിഷമം ഉണ്ടായാലും അവന് സഹിക്കാൻ പറ്റാത്തുള്ളൂ. എനിക്ക് വിഷമം അവന് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓ, അമ്മായച്ചന് വിഷമമായ ഗൾഫിരിക്കുന്ന മരുമോൻ അപ്പ കരയും. മരുമോന് വിഷമം വന്നാൽ ഇവിടെ ഇരിക്കണ അമ്മായച്ചൻ കരയും. പക്ഷേ അമ്മായച്ചന്റെ യഥാർത്ഥ സ്വഭാവം പറഞ്ഞാൽ മരുമോൻ ഞെട്ടും. എടി, നീ വിഷയം മാറ്റിനടി. ബുധനാഴ്ച കുഴിപ്പള്ളത്ത് പോണ കാര്യം ഞാൻ ഇപ്പം വിളിച്ചു പറയും. വിളിക്കാണെന്ന് പറയണം.
വേണ്ട പോടാ. വേണ്ട വേണ്ട, ബാലു, വിട്. വേണ്ട. അച്ഛാ, വിട്, വിളിച്ചാ. ഞാൻ വിളിക്കാം. അമ്മ പറയുന്ന കേട്ടില്ല, വെറുതെ എന്തിനാണ് വെറുതെ വിഷമിപ്പിക്കാൻ പ്രശ്നം എന്തിനാണ് ഉണ്ടാക്കല്ലേ ബാലു? വിട്. അമ്മ മൊബൈൽ വാങ്ങ്, മൊബൈൽ വാങ്ങ്. വിളിക്കട്ടെ വിളിച്ച് പ്രശ്നമാവട്ടെ. പക്ഷെ ഒരു കാര്യം, എന്റെ കൊച്ച് വേദനിക്കരുത്, നിങ്ങളുടെ ഈ ഫോൺ വിളി കാരണം അവളും വേദനിക്കരുത്, അത്ര എനിക്ക് പറയാം. എനിക്കും അതിന് ആഗ്രഹം. വേദനയ്ക്കായിരിക്കാൻ പറ്റണേ വിളിക്കാം. വേദനയ്ക്കായിരിക്കാൻ ആ വിളിക്ക്, നിങ്ങൾ വിളിക്ക്. എന്തെങ്കിലും പ്രശ്നമായാലാണ്. മകളെ ജനാർദ്ദനാണോ? അതെ ആണോ? ഞാൻ വരാൻ വേണ്ടി ഇരിക്കായിരുന്നു അണ്ണാ. ആ അയ്യോ, ഇന്ന് വരാൻ പറ്റില്ല അണ്ണാ. തെച്ചിൻ്റെ കൂടെ പ്രതീക്ഷിച്ചാ? അയ്യോ അല്ല, ഞാൻ വരാം. ഞാൻ ഇപ്പോഴേ വന്നാൽ പോരെ? അല്ല, നിർബന്ധിക്കില്ല. ഇന്നൊന്നും വരാൻ പറ്റില്ലണ്ണാ. ഞാൻ ചെല്ലേ അങ്ങോട്ട്. ആ ശരി എന്നാ, ചേച്ചിയുടെ കൂടെ. ചേച്ചി എടുത്തോണ്ടാ ആ കൂടെ. ചേച്ചി സുഖം തന്നെ? ആ അയ്യോ ചേച്ചി ഇന്നൊന്നും വരാൻ പറ്റൂല. ഓ, എപ്പോഴും എൻ്റെ കാര്യം പറയുമോ? ഒരാഴ്ചയൊക്കെ വന്നിരിക്കണം. അങ്ങനെ ഒരാഴ്ച വന്നിരിക്കും. ഇഷ്ടമുള്ള വിഭവമൊക്കെ ഉണ്ടാക്കി തരാം. ഇവിടെ പറയണത് ഇവിടെ പറയായിരുന്നേ. ഞാൻ എപ്പോഴും ലച്ചുവിൻ്റെ പറയും, അവിടെ നില്ല. എന്തിനും ഇവിടെ പറഞ്ഞത്? സ്വന്തം അമ്മ അച്ഛനെക്കാൾ നന്നായിട്ട് നിങ്ങൾ നോക്കൂലേ? ഇവിടെ നീലിനാണ് ഇവിടെ ഒപ്പറാളോ ലച്ചുവിനെ കാണുന്നത്. ഞാൻ പറയും, എൻ്റെ നീലും അങ്ങനെയൊന്നുമില്ല. അവളെ കൊണ്ട് ഒരു ജോലി എടുപ്പിക്കില്ല എന്ന് പറഞ്ഞു. ചേച്ചി എന്തെങ്കിലും ചെയ്യിപ്പിക്കണം കേട്ടോ അവരെ കൊണ്ട്. രാവിലെ ഒരു ദോശ ഇടാനോ അപ്പം മറിച്ചിടാനോ ഒക്കെ ചെയ്യിപ്പിക്കണം കേട്ടോ. ഓ, ഇവിടെയാണെങ്കിൽ ജോലി ചെയ്യിപ്പിക്കില്ല നമ്മൾ. നല്ലാത്ത ജോലി ചെയ്യിപ്പിക്കില്ല. ആ ശരി. അല്ല, അവിടെ നിൽക്കിട്ട്. ശരി ഞാൻ വരാം. ഓക്കെ ശരി. ഏയ് വേറെ ഒന്നുമില്ല, അവിടെ നിൽക്കും. സന്തോഷമായിട്ട് നിൽക്കിട്ട്. ശരി ചേച്ചി. ചേട്ടൻ്റെ കൊടുത്താണ്. ആ ചേട്ടാ വരാം കേട്ടാ. ഓ, അവർക്ക് വിഷമായി. ലച്ചിൻ്റെ കൂടെ ഞാൻ ചെല്ലുമെന്ന് വിചാരിച്ച്. ഇപ്പം പറഞ്ഞു ഒരാഴ്ച അവിടെ ചെന്നിരിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരാമെന്ന്. പക്ഷെ എന്ത് പറയാ, പെണ്ണിൻ്റെ അടുത്താണ് പറഞ്ഞാൽ. ഞാൻ ഒന്ന് വിളിക്കട്ടെ, അവളെ വിളിക്കട്ടെ. ആ മകളെ ലച്ചു, അടുത്ത ആരെങ്കിലും ഉണ്ടാ? ഇത് നിനക്ക് എന്തിൻ്റെ കേടാണ്? നീ എന്തിനാ ഇപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരണം പറയുന്നത്? നിനക്ക് അവിടെ എന്തിൻ്റെ കുറവ്? സ്വന്തം അച്ഛനും അമ്മയല്ലത്. പിന്നെ കല്യാണം കഴിച്ച് വെച്ചാൽ അതാണ് നിൻ്റെ വീട്, അവിടെ നിൽക്കണം. നിനക്കവിടെ ഒരു പണിയില്ലല്ലോ. നിനക്ക് എന്ത് പണിയാണ് അവിടെ? നീ വെറുതെ നിൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ അവരെ ഇട്ട് കഷ്ടപ്പെടുത്തുക, അത് മാത്രമല്ലേ ഉള്ളൂ നിൻ്റെ ജോലി. പിന്നെ അടങ്ങി ഇങ്ങോട്ട് നിൽക്കേ. എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് ഓടിക്കൊണ്ട് പറയുന്നതിന്. പിന്നെ ഇവിടെ വന്ന് നീ എന്ത് ചെയ്യണം? നീ എൻ്റെ മേലും കുതിര കയറും. നിൻ്റെ അമ്മ വഴക്ക് പറയും, മുടിയെ വഴക്ക് പറയും, പിള്ളേരെല്ലാം കൂടെ എഴുതിയിട്ട് കഷ്ടപ്പെടുത്തും. ആ കഷ്ടപ്പെടുത്തിട്ട് നമ്മൾ സഹിക്കണം. മക്കളവിടെ നിന്നില്ലേ? പിന്നല്ലാതെ മക്കളോട് കേട്ടാ. ബുധനാഴ്ച അങ്ങനെ ഇവിടെ വന്നാൽ ഞാൻ മുട്ടുകാരെ അടിച്ചു വിളിക്കും. കാര്യം പറയാം. ചേച്ചി സന്തോഷമായിട്ടേക്ക് മക്കളെ, സന്തോഷമായിട്ടേക്ക്. ശരി. ഇനി ഇപ്പം വിളിക്കുന്ന ആരെയും വിളിക്കണ്ട, അമ്മയെ വിളിക്കണ്ട. ശരി, അവിടെ നിൽക്ക്. ഓക്കെ ശരി. നല്ല മക്കളല്ലേ, പറഞ്ഞ കേട്ടോ കേട്ടാ. ശരി. ബാലുവേ, സത്യത്തിൽ നിങ്ങൾ ആര്? ഞാനാ പച്ചായ മനുഷ്യടി. സങ്കടം വരുമ്പോൾ കരയും, സന്തോഷം വരുമ്പോൾ ചിരിക്കും. അങ്ങനെ പച്ചായ മനുഷ്യരാണ്. ഞാൻ ഒരു കാര്യം പറയാം, ലച്ചുവിന് ഇത്രത്തോളം ആക്കിയത് ഞാനടി. നീ തള്ളയാണടി, കുട്ടമ്പള നമ്മളെ തള്ളയാണ്.